Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ വെൽക്കം ബാക്ക്. ഐ നോ ദാറ്റ് ഇറ്റ്സ് ബീൻ ഫ്യൂ ഡേയ്സ്, 2-3 ദിവസമായിട്ട് ട്രാവലിങ്ങും കുറച്ച് പേഴ്സണൽ കാര്യമായിട്ട് തിരക്കായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ദിവാലി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലോ വോളിയം ആക്ടിവിറ്റി നമുക്ക് മാർക്കറ്റിലുണ്ടായിരുന്നു. സോ ഈ ഒരു ദിവസം ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നത് മുഹൂർത്ത് ട്രേഡിങ്ങിൻ്റെ ആണ്. ഒരു 1 hour സെഷൻ്റെ ക്യാൻഡിൽ മാത്രമാണ്. സോ ചാർട്ട്സ് ഒരു അല്പം ഡിസ്റ്റർബ്ഡ് ആവാനും പ്രൈസ് ആക്ഷനകത്ത് ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അനാലിസിസ് ഇടാത്തത്. സോ മൂവിങ് ഫോർവേഡ് ഇനി നമ്മൾ ഡെയിലി അനാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് തിങ് നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നമുക്ക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെറിയ ലെവൽ ഓഫ് ബെയറിഷ്നെസ് ആണ്. ബട്ട് ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 157 പോയിന്റ്സ് അപ്പാണ് കാണിക്കുന്നത്. ദിസ് മീൻസ് നാളെ ഒരു മാർക്കറ്റിൽ അറൗണ്ട് ഒരു 1% ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റഡ് ആണ് എന്നതാണ്. സോ നമുക്ക് 150 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പം വി വിൽ ഓപ്പൺ അറൗണ്ട് ഈ ഒരു സോണിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇതൊരു ഇമ്മീഡിയറ്റ്ലി ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ. ആൻഡ് ലെറ്റ്സ് ചെക്ക്, ഇവിടെ ഒരു ഹെവി ലെവൽ ഓഫ് കോൾ റേറ്റിംഗ് ഉണ്ടെങ്കിൽ ആ കോൾ റേറ്റേഴ്സ് എല്ലാം ഇവിടെ ട്രാപ്പ് ആകും. സോ നമുക്ക് ജസ്റ്റ് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, 19500 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏകദേശം 1 CR കോൺട്രാക്ട്സ് അവിടെ ബിൽറ്റാണ്. അപ്പോൾ പ്രീവിയസ് ഡേ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് വാർണിംഗ് സൈൻ ഫോർ ബെയർസ്. മാർക്കറ്റ് ബുള്ളിഷ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ 19500 കോൾ റേറ്റേഴ്സ് എല്ലാം ട്രാപ്പ് ആവുന്നതോടൊപ്പം തന്നെ അവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷോർട്ട് കവറിംഗ് ഉള്ള പോസിബിലിറ്റി നമുക്ക് ആസ് പെർ ദ ചാർട്ട് കാണുന്നുണ്ട്. സോ നാളത്തെ 50 minutes ചാർട്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നോക്കാം. സോ മാർക്കറ്റിൽ നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ആസ് പെർ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. ആൻഡ് ഇഫ് ഇറ്റ്സ് അബൌട്ട് 19600 സോൺ, നമുക്ക് എന്താണ്, ഇതൊരു ട്രെൻഡ് ലൈൻ ആണ്. മൾട്ടിപ്പിൾ ടൈംസ് ഈ ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴെ വരുന്നത് കാണാം. ഇൻ കേസ് ഇതിൻ്റെ മുകളിലോട്ട് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ എവറി ഡിപ്പ് മോസ്റ്റ് ലൈക്ലി ഇവിടെ കോൾ സെല്ലേഴ്സ് എല്ലാം എക്സിറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 19800 840 ലെവൽ വരെ ഈ ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള പോസിബിലിറ്റി ഉണ്ട് മൂവിങ് ഫോർവേഡ്. സോ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് അറൗണ്ട് 200 പോയിന്റ്സിൻ്റെങ്കിലും അപ്സൈഡ് നിഫ്റ്റിയിൽ നമുക്ക് പോസിബിൾ ആണ് നാളെ ദിവസം. കാരണം നാളെ ഈ കോൾ സെല്ലേഴ്സ് എല്ലാം ഫസ്റ്റ് ടിക്കിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ, അതായത് ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനൊരു നെഗറ്റീവ് ക്യാൻഡിൽ വന്നില്ലെങ്കിൽ എവ്രിബഡി ആർ ട്രാപ്ഡ്, ഓൾ ദി കോൾ സെല്ലേഴ്സ് ആർ ട്രാപ്ഡ്. ആൻഡ് അത് കാരണം ഒരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് പ്രൊപ്പൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നാളെ നമ്മൾ കോൾ സെല് ചെയ്യുമ്പോൾ ബി വെരി കെയർഫുൾ. മാർക്കറ്റ് ഇത്രയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയല്ലോ, ഇനി പോയിട്ട് ധൈര്യത്തോടെ കോൾ സെല് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ഒക്കെ നോക്കാം. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ 50% റീട്രേസ്മെൻറ്റിൻ്റെ അറൗണ്ട് ആയിരുന്നു ഓവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ കേസ് മാർക്കറ്റ് ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ നാളെ ഈ ഗ്യാപ്പ് ഓഫ് ഓപ്പൺ സസ്റ്റെയിൻ ചെയ്തു. ആൻഡ് ഇഫ് ഇറ്റ്സ് ഗോയിങ് അബവ് 44,000, അതായത് ഡെഫിനറ്റ്ലി 44,000-ലും റൗണ്ട് നമ്പറാണ്, അവിടെ ആയിരിക്കണം ഹയസ്റ്റ് കോൾ ഓവായി ബിൽറ്റപ്പ് ഉള്ളത്. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം 44,000-ൽ ഹയസ്റ്റ് കോൾ ഓവായി ബിൽറ്റപ്പ് ഉണ്ട്. ഈ കോൾ റേറ്റേഴ്സ് എല്ലാം നാളെ ട്രാപ്പ് ആവും ഇൻ കേസ് ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഒരു 5-10 minutesൻ്റെ ആക്ടിവിറ്റി ശ്രദ്ധിക്കണം. ഇൻ കേസ് ആ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ഹാമർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് എല്ലാ കോൾ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്യും. ഇത് കാരണം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ 44,600 44,700 സോൺ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ടൈംസ് പ്രീവിയസ്ലി റെസിസ്റ്റൻസ് ആയിരുന്ന സോണാണ്. സോ ഫസ്റ്റ് ടൈം പുൾ ബാക്ക് അടിച്ചിട്ട് 0.618 എത്തുമ്പം ഒരു റെസിസ്റ്റൻസ് സോൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബട്ട് നമ്മുടെ കറണ്ട് ലെവലിൽ നിന്ന് ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞാൽ പോലും നമുക്ക് പിന്നീടും ഇപ്പോൾ ഒരു 300 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആണ്, 400 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞാൽ പോലും നമുക്ക് എഗെയിൻ ഒരു 300 പോയിന്റ്സ് അപ്സൈഡ് ഉണ്ട്. സോ നമുക്ക് 15 minutes ചാർട്ടിലും കൂടെ നോക്കാം. സോ 15 minutes ചാർട്ടിൽ
ഇതായിരുന്നു റെസിസ്റ്റൻസ് പോയിന്റ് 44,000. മാർക്കറ്റ് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു, ലൈക്ക് ഗ്യാപ്പ് ഓപ്പൺ കഴിഞ്ഞ് 44,200 റേഞ്ചിലാണെങ്കിൽ പോലും ഈ 44,000 എല്ലാ കോൾ റൈറ്റേഴ്സ്, ഇവിടുത്തെ എല്ലാ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ട്രിഗർ ആകുകയും എൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് മാർക്കറ്റ് ഇവിടുന്ന് ഹയർ ലെവൽ, നമ്മുടെ ഇവൻച്വൽ ടാർഗറ്റ് ഒരു 44,600 to 700 സോണാണ് മിനിമം, ഇവിടം വരെ പ്രൊപ്പൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി എവറി ഡിപ്പിൽ അൺലെസ് ആൻഡ് അൺടിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഹ്യൂജ് സെൽ ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന്, ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ തന്നെ നമുക്ക് വേഴ്സ്റ്റ് കേസിൽ എന്താണ് ഇവിടെ ഒരു തിരിച്ച് സപ്പോർട്ട് എടുത്തിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. സോ ഐഡിയലി എവറി ഡിപ്പ് ഐ വുഡ് ലുക്ക് ടു പ്ലേ ബുള്ളിഷ്, ആസ് ഇൻ ആ ഒരു ഡിപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബുള്ളിഷ് പൊസിഷൻസ് ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. സോ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഇതിപ്പം ഓവർനൈറ്റ് സെന്റിമെന്റ്സിന്റെ ഒരു ലെവലിലാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. ആക്ച്വലി അത് ശരിയല്ല, കാരണം ഇതിപ്പോൾ റൈറ്റ് നോ ദിസ് ഇസ് ചീറ്റിംഗ്, കാരണം നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളതുകൊണ്ടാണ് ഇത് അറിയാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി കഴിഞ്ഞ ദിവസത്തെ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു, ഫ്രൈഡേ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്കും ഇൻഡിക്കേഷൻ ഇല്ല ഇതിനകത്ത് അത്രയും സ്ട്രോങ്ലി ബുള്ളിഷ് ആവുന്നു. അപ്പാർട്ട് ഫ്രം ബാങ്ക് നിഫ്റ്റി ഡെയിലി ക്യാൻഡിൽ ഒരു ബുള്ളിഷ്നെസ് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഡേറ്റ വൈസ് ആണെങ്കിലും ഒരു ന്യൂട്രൽ ഡേറ്റ തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്നത്. നമുക്ക് FI ഡേറ്റ, DI ഡേറ്റ നോക്കാം. അതിനകത്ത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും കോൾ ഹെവി ആണ്. അതുപോലെ തന്നെ ഫ്രൈഡേ മൺഡേയിലത്തെ ആക്ടിവിറ്റി വളരെ ന്യൂട്രൽ ആയിരുന്നു. ലൈക്ക് സ്റ്റോക്സിൽ ഡെഫിനറ്റ്ലി സെല്ലിംഗ് ഉണ്ട്, ബട്ട് ഓപ്ഷൻസിൽ ഫ്യൂച്ചേഴ്സിൽ അവർ സ്ലൈറ്റ്ലി ബുള്ളിഷ് ആയി തുടങ്ങി. ആൻഡ് ഇവിടെ ഒരല്പം ഷോർട്ട് കവറിങ് കാണുന്നുണ്ട്, നെഗറ്റിവിറ്റി ഒരല്പം കുറവായിരുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് ഹ്യൂജ് സൈൻസ് ഓഫ് ബുള്ളിഷ്നെസ് ഇല്ല. സോ ദിസ് ഇസ് അൺഎക്സ്പെക്റ്റഡ്. ഇൻ കേസ് മാർക്കറ്റിലൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ ഐ എക്സ്പെക്ട് ദാറ്റ് ഷോർട്ട് കവറിങ് ടു ഹാപ്പൻ, ആൻഡ് അതൊരു ഹയർ ടാർഗറ്റ്സിലേക്ക് മാർക്കറ്റ് എത്താനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസം അനലൈസിസ് എടുത്തില്ല, കാരണം എന്ന് വെച്ചാൽ അത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ലോ വോളിയം ആക്ടിവിറ്റിയാണ്, നമുക്ക് പ്രത്യേകിച്ച് പ്രൈസ് ആക്ഷൻ ലോജിക്ക് ഇന്നത്തെ വർക്ക് ആവണമെന്നില്ല. സോ ദാറ്റ്സ് ഓൾ. നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. ട്രേഡ് സേഫ്, കീപ് യുവർ ക്യാപിറ്റൽ സേഫ്. താങ്ക് യു.